ongoing thing. Hello friends and welcome to another class by Daily English Classroom. We have just started revisions for SSLC examination 2021 and I hope that all of you have watched the last video where I have explained which are the main areas you have to focus. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ SSLC 2021 പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള പാഠഭാഗങ്ങളും എങ്ങനെയാണ് ഏത് രീതിയിലാണ് SSLC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങളത് കാണുക. അതിനുശേഷം ഇന്നത്തെ വീഡിയോ കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫോക്കസ് ഏരിയയിലെ ഒന്നാമത്തെ പാഠമായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ള പാഠത്തിലെ ഏതൊക്കെ ആക്ടിവിറ്റികളാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടതെന്നാണ്. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ നോട്ട്സ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുക്കുക, പഠിക്കുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. ഈ ചാനലിനെ കുറിച്ച് അവരോട് പറയുക. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 ആക്ടിവിറ്റികളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. SSLC പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള 6 പ്രധാനപ്പെട്ട ആക്ടിവിറ്റികൾ ഒന്നാമത്തെ പാഠമായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ള പാഠത്തിൽ നിന്ന്. ഈ പാഠത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. 6 കാര്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് തീർച്ചയായിട്ടും പഠിക്കണം. കാരണം ഈ പാഠം ഫോക്കസ് ഏരിയയിൽ വരുന്ന പാഠമാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട 6 കാര്യങ്ങൾ? ഒന്ന്, ഈ പാഠത്തിൻ്റെ ഒരു സമ്മറി. എന്താണ് ഈ പാഠത്തിലുള്ള എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. കാരണം പരീക്ഷയ്ക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ളത് നമ്മൾക്കറിയില്ല. അപ്പോൾ ഏത് ചോദ്യം വന്നാലും നമ്മൾ എഴുതാൻ തയ്യാറായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാഠത്തിൻ്റെ ഒരു സമ്മറി പഠിക്കണം. അതുപോലെ തന്നെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ടതാണ് നറേഷൻ ഓഫ് ദ ഫൈറ്റ് സീൻ. പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നറേറ്റ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദി കോബ്ര ആൻഡ് ദി മംഗൂസ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് എ പ്രൊഫൈൽ ഓഫ് റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ടിൻ്റെ ഒരു പ്രൊഫൈൽ. നാലാമത്തത് The boy writes a letter to his friend about his vacation. Writes the likely letter of the boy. ഇനി അഞ്ചാമത്തത് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ഹിസ് ഫ്രണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ആറാമത്തത് ഡയറി ഓഫ് ദി ബോയ്. ഈ പാഠത്തിൽ നിന്ന് ഈ 6 ആക്ടിവിറ്റികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പാഠത്തിൽ നിന്ന് വരുന്ന ഏത് ചോദ്യവും എഴുതാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാഠത്തിലെ 6 പഠിക്കേണ്ട പാഠഭാഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. 1 സമ്മറിയാണ്, 2 നറേഷൻ ഓഫ് ദ ഫൈറ്റ് സീൻ, 3 പ്രൊഫൈൽ ഓഫ് റസ്കിൻ ബോണ്ട്, 4 ലെറ്റർ ഓഫ് ദ ബോയ്, 5 കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ഹിസ് ഫ്രണ്ട്, ആൻഡ് അവസാനത്തത് 6ാമത്തത് ഡയറി. ഇത്രയും ആക്ടിവിറ്റികൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് നമ്മുടെ ചാനലിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിലെ ആദ്യത്തെ ആക്ടിവിറ്റിയായ സമ്മറിയാണ്. അപ്പോൾ സമ്മറി ഞാൻ സ്ലൈഡ് ഷോയിൽ നിങ്ങൾക്ക് കാണിക്കും. നിങ്ങളത് കാണുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നോട്ട്സ് എഴുതിയെടുക്കുക, പഠിക്കുക. Okay friends, so these are the main activities you have to study from the lesson Adventures in a Banyan Tree.
First one is the summary of the lesson. Second one, narration of the fight scene. Third one, profile of Ruskin Bond. Fourth one, a letter of the boy to his friend. Fifth one, conversation between the boy and his friend. And the sixth one, diary of the boy. ഈ 6 ആക്ടിവിറ്റികൾ നിർബന്ധമായും അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ള പാഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതിലെ ഒന്നാമത്തെ ഭാഗമായ സമ്മറി ഓഫ് ദ ലെസൺ, ഈ പാഠത്തിൻ്റെ ചുരുക്കം, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. Adventures in a Banyan Tree is a story written by Ruskin Bond. In his childhood, Ruskin Bond lived with his grandfather and grandmother in a village near the town Dehra at the foot of the Himalayas. In this story, he writes about his wonderful childhood experiences with nature. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന പാഠം, റസ്കിൻ ബോണ്ട് എഴുതിയ ഈ പാഠം റസ്കിൻ ബോണ്ടിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് പറയുന്നത്. അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെ താമസിച്ച ആ സമയത്ത്, ദെറ എന്ന് പറയുന്ന ആ ഒരു ടൗണിൽ താമസിച്ച സമയത്ത് ഉണ്ടായ അനുഭവങ്ങളാണ് ഈ കഥയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഹിസ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ലവ്ഡ് നേച്ചർ വെരി മച്ച്. Grandfather had not destroyed the habitat of birds and animals. Grandfather had always taken care of the surroundings of his house. The only place where the grandfather could not reach was the top of the banyan tree. Grandmother always teased him and compared him to Countess of Desmond, an English woman who died at the age of 117 when she fell from an apple tree. The boy felt that the top of the banyan tree was his domain. The banyan tree was older than grandfather, older than the house, and as old as the town of Dehra. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചൊക്കെ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയുള്ള ഒരാളാണ് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദർ പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഹാബിറ്റാറ്റ്, വാസസ്ഥലം നശിപ്പിക്കാൻ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ വീടിൻ്റെ പരിസരവും ഒക്കെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഇംഗ്ലീഷ് ഗാർഡനൊക്കെ ഉണ്ട്. ഗ്രാൻഡ് ഫാദറിന് എത്തിപ്പെടാൻ കഴിയാത്തത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അത് ഈ ബനിയൻ ട്രീയുടെ മുകളിലാണ്. കാരണം ഗ്രാൻഡ് ഫാദർ വയസ്സായി, അതുകൊണ്ട് ഗ്രാൻഡ് ഫാദറിന് ഒരിക്കലും ഈ മരത്തിൽ കയറാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് കുട്ടിയുടെ സ്വന്തം ഒരു സ്ഥലമായിരുന്നു. ഇറ്റ് വാസ് ഹിസ് ഡൊമെയിൻ. അതുപോലെ തന്നെ ഗ്രാൻഡ് മദർ എപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ ഇയാക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഗ്രാൻഡ് മദർ പലപ്പോഴും ഈ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരി 117 വയസ്സിൽ ആപ്പിൾ മരത്തിൽ നിന്ന് വീണ് മരിച്ച കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വെച്ചുകൊണ്ട് ഗ്രാൻഡ് മദർ പലപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ടായിരുന്നു. എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾ മരത്തിലൊന്നും കയറാൻ നിൽക്കണ്ട, മരത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥയും ഈ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ടിൻ്റെ പോലെ ആകും എന്നൊക്കെ പറഞ്ഞ് ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്രാൻഡ് ഫാദറിന് എത്തിപ്പെടാൻ കഴിയാത്ത ഒന്നായിരുന്നു ഈ ബനിയൻ ട്രീ. അതുകൊണ്ട് തന്നെ ഇത് കുട്ടിയുടെ സ്വന്തമാണ്. ഇതൊരുപാട് പഴക്കമുള്ള ഒരു ബനിയൻ ട്രീ ആയിരുന്നു. ഗ്രാൻഡ് ഫാദറിനേക്കാളും അതുപോലെ ആ വീടിനേക്കാളും അതുപോലെ ആ ടൗണിൻ്റെ അത്ര തന്നെ പഴക്കമുള്ള ഒരു ബനിയൻ ട്രീ ആയിരുന്നു അത്. The boy had a friendship with a grey squirrel. The squirrel had feared at first, but when it found that there was no catapult or airgun in the hand of the boy, it became friendlier. Later, the squirrel became daring enough to jump into the pocket of the other to find food. But the relatives and friends of the squirrel considered the squirrel as headstrong and as a fool for trusting a human being, because they believed that humans were always attacking them with airgun or catapult. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ കുട്ടിയുടെ ആദ്യത്തെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. ദ ഫസ്റ്റ് ഫ്രണ്ട് ഓഫ് ദ ബോയ് വാസ് എ ഗ്രേ സ്ക്യൂറൽ. ഒരു സ്ക്യൂറലായിരുന്നു ആദ്യത്തെ ഫ്രണ്ട്. അത് ആദ്യം വളരെ പേടിച്ചാണ് ഈ കുട്ടിയുടെ അടുത്ത് നിന്നിരുന്നത്. കാരണം അറിയില്ല ഏത് സ്വഭാവക്കാരനാണ് ഈ കുട്ടിയെന്ന്. പക്ഷേ പിന്നീട് അത് മനസ്സിലാക്കുന്നുണ്ട്, ഈ കുട്ടി തന്നെ ഉപദ്രവിക്കുന്ന ഒരാളല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഈ സ്ക്യൂറൽ കുട്ടിയുമായി വളരെ അടുത്ത ഒരു ഫ്രണ്ടായി മാറുകയാണ്.
അങ്ങനെ അവർ തമ്മിലുള്ള അടുപ്പം കൂടിക്കൂടി വന്നു. അവസാനം ഈ കുട്ടിയുടെ പോക്കറ്റിലൊക്കെ ചാടിക്കയറി ആ ഭക്ഷണമൊക്കെ എടുക്കുന്ന ഒരു അത്രമാത്രം അടുത്ത സുഹൃത്തുക്കളായി അവർ മാറി. പക്ഷേ ഈ സ്ക്വിറലിൻ്റെ റിലേറ്റീവ്സ് അതുപോലെ ഫ്രണ്ട്സ്, കുടുംബക്കാരും എല്ലാവരും അഭിപ്രായപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അവൻ പറഞ്ഞാൽ കേൾക്കാത്തവനാണ്, അല്ലെങ്കിൽ അവനൊരു മണ്ടനാണ് എന്നൊക്കെയാണ് ഈ അണ്ണാൻ്റെ സുഹൃത്തുക്കൾ വിചാരിച്ചിരുന്നത്. കാരണം ഒരിക്കലും മനുഷ്യരെ വിശ്വസിക്കരുത്. മനുഷ്യർ എപ്പോഴും തങ്ങളെ ഉപദ്രവിക്കുന്ന ജീവികളാണ് എന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ അത്തരത്തിലുള്ള ചവണയോ അല്ലെങ്കിൽ എയർഗണ്ണോ അങ്ങനെയുള്ള ഒരു സാധനവും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ അണ്ണാനിവിടെ നല്ലൊരു ഫ്രണ്ടായി മാറുന്നത്. The boy would often sit in Banyan Tree and read books. Sometimes he would look down through the leaves at the world below. The boy loved to read adventurous books, sitting on the platform he had constructed for himself. In the spring season, the Banyan Tree was the noisiest place in the garden, with all sorts of birds and squirrels coming to eat figs. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആൽമരവുമായിട്ട് കുട്ടിക്കുണ്ടായ ഒരു അടുത്ത ബന്ധം, ഇത് അവന് ഏറ്റവും ഇഷ്ടമുള്ള, എപ്പോഴും അവൻ പോയി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായി മാറി ഈ ബനിയൻ ട്രീ. അതുകൊണ്ട് തന്നെ അവൻ പലപ്പോഴും ഈ മരത്തിൻ്റെ മുകളിൽ കയറി അവിടെ സ്വന്തമായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ചുറ്റുപാടും വീക്ഷിക്കുക, താഴെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറി ബുക്ക്, കഥാപുസ്തകങ്ങൾ അവിടെ ഇരുന്ന് വായിക്കാൻ കുട്ടി വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മരത്തിന് വന്നിട്ടുള്ളൊരു മാറ്റം, ഫിഗ് സീസണിൽ, ഫിഗ്സ് എന്ന് പറയുന്ന ചെറിയ പഴങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് മരത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ, അത് ആ പ്രദേശത്തെ ഏറ്റവും ശബ്ദമയമായ ഒരു സ്ഥലമായി മാറി. കാരണം പലതരത്തിലുള്ള പക്ഷികളും മറ്റ് ജീവജാലങ്ങളും ആ സമയത്ത് ആ മരത്തിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ശബ്ദമുള്ള ഒരു സ്ഥലമായി മാറുകയാണ് ആൽമരം. One day he could see a deadly fight between a snake and mongoose under the banyan tree. Grandfather and grandmother were inside the house. He watched the fight with curiosity. The cobra was a skillful and experienced fighter. He could move very fast and strike with the speed of light. Moreover, the venom of the cobra was deadly. The grey mongoose was 3 feet long. Cobra knew that the mongoose was a superb fighter, clever and aggressive. Cobra raised his body and spread his hood. He attacked the mongoose. The mongoose pushed his tail. The tail of mongoose had thick hair which had saved him from fatal bites. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി ഒരു ഡെഡ്ലി ഫൈറ്റ് കാണാനിടയായി. ഇറ്റ് വാസ് എ ഫൈറ്റ് ബിറ്റ്വീൻ എ സ്നേക്ക് ആൻഡ് മംഗൂസ് അണ്ടർ ദ ബനിയൻ ട്രീ. അപ്പോൾ ഈ കുട്ടി തൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെയുള്ള ഒരു വളരെ വിചിത്രമായ ഫൈറ്റ് കാണാൻ, ഒരു വലിയ ഫൈറ്റ് കാണാനിടയായി. വേറെ ആരും പുറത്തുണ്ടായിരുന്നില്ല, കാരണം അത് ചൂടുകാലമായിരുന്നു, എല്ലാവരും വീടിനുള്ളിലായിരുന്നു. 2 ഫൈറ്റേഴ്സും നല്ല ശക്തരായ പോരാളികൾ തന്നെയാണ്. അപ്പോൾ പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ വേഗത്തിൽ നീങ്ങാനും അതുപോലെ ശത്രുവിനെ അറ്റാക്ക് ചെയ്യാനുമുള്ള കഴിവുണ്ട്. ലൈറ്റിൻ്റെ സ്പീഡ് പോലെ തന്നെ അതിന് വളരെ വേഗത്തിൽ ശത്രുവിനെ ആക്രമിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ഗോട്ട് വെനം, അതിന് വിഷം ഉണ്ട്. എന്നാൽ മംഗൂസ് ഒട്ടും മോശക്കാരനല്ല, ചെറുതാണെങ്കിലും ആൾ നല്ല ഉഷാറാണ്. അപ്പോൾ കോബ്രയ്ക്കറിയാം മംഗൂസ് നിസ്സാരക്കാരനല്ല, വളരെ ബുദ്ധിമാനാണ്. അതുകൊണ്ട് തന്നെ കോബ്ര ഓരോ ജീവികളും അതിൻ്റെ ശത്രുക്കളെ ആക്രമിക്കുന്ന സമയത്ത് ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ്. അപ്പോൾ കോബ്ര ഇറ്റ് സ്പ്രെഡ് ഇറ്റ്സ് ഹുഡ് ആൻഡ് ഡാറ്റഡ് ഇറ്റ്സ് ടങ് ഇൻ ആൻഡ് ഔട്ട്, അല്ലേ, ഇതിൻ്റെ നാക്ക് പുറത്തേക്കിട്ടു, അതുപോലെ പത്തി വിടർത്തി ആടാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം തന്നെ നമുക്ക് കാണാം മംഗൂസിന് അതിൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട്. അതിൻ്റെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. അതിനെ പലതവണയും അപകടങ്ങളിൽ നിന്നും ഇതുപോലെ പാമ്പിൻ്റെ കൊത്തിൽ നിന്നൊക്കെ പലതവണ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഈ രോമങ്ങളാണ്. അപ്പോൾ ഈ രോമങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു നിന്നു. 2 പേരും തമ്മിൽ
ഒരു ഫൈറ്റ് നടക്കുകയാണ്. Besides the author, a myna and a jungle crow also were watching the battle. They had settled on the cactus to watch the outcome. The cobra tried to mesmerize the mongoose into making a false move, but mongoose was clever. He knew the power of cobra's glassy, unwinking eyes. So the mongoose did not look at the eyes of the cobra. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ രണ്ട് കാഴ്ചക്കാർ കൂടി ഇവിടേക്ക് വരികയാണ്. ഒന്ന് ഒരു മൈനയും ഒന്ന് ഒരു ജംഗിൾ ക്രോയും. അപ്പോൾ ഇവർ അവിടെ വന്നിരുന്ന് എന്താണ് നടക്കുന്നത്, ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നതാണ്. ആൻഡ് ദേ വെയർ സപ്പോർട്ടിങ് ദ മംഗൂസ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അവർ മംഗൂസിൻ്റെ ഭാഗമാണ് കൂടിയത്. കാരണം പാമ്പുകൾക്കൊക്കെ ഒരു ശത്രുവാണ്. അപ്പോൾ പാമ്പ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഈ മംഗൂസിനെ ഒരു തെറ്റായ നീക്കം, എ ഫാൾസ് മൂവ് ലേക്ക് നയിക്കാൻ നോക്കി. പക്ഷേ മംഗൂസ് അതിനേക്കാളും ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ട് പാമ്പിൻ്റെ കണ്ണിലേക്ക് നോക്കാതെ ആ പത്തിയുടെ താഴെയുള്ള ഒരു ഭാഗത്തേക്ക് നോക്കിയാണ് മംഗൂസ് നീങ്ങിക്കൊണ്ടിരുന്നത്. ഇറ്റ് വാസ് എ ഫൈറ്റ് ഓഫ് ചാമ്പ്യൻസ്. നോബഡി കുഡ് സേ ഹു വുഡ് വിൻ. The crow and the myna flew towards the snake and mongoose together, but they collided each other. They returned to the cactus plant. Once again, the birds flew towards the site of fight, but they collided again and returned to cactus plant. In the third round, birds flew again towards the snake and the ant mongoose. They did not collide each other, but in halfway, the myna decided not to participate in the fight and returned to the cactus plant. But the crow flew towards the snake, but the cobra whipped his head back and struck with great force. The crow was thrown away and it died. But the myna did not further interfere in the fight. It just observed the fight. അങ്ങനെ ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് അവിടെ കാണാൻ വന്നിട്ടുള്ള മൈനയും ജംഗിൾ ക്രോയും. അപ്പോൾ 2 തവണ അവർ പാമ്പിൻ്റെ ഈ ഫൈറ്റിൻ്റെ ഇടയിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. 2 തവണയും അവർ കൂട്ടിമുട്ടുകയും തിരിച്ച് കാക്ടസിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ 3-ാമത്തെ തവണ അവർ രണ്ടുപേരും ഒരുമിച്ച് വരികയും എന്നാൽ കൂട്ടിമുട്ടാതെ അതിൽ ഒരാൾ തിരിച്ചു പോവുകയാണ്, മറ്റേ ആൾ ഇതിൻ്റെ ഇടയിൽ പെട്ട് അങ്ങനെ പാമ്പിൻ്റെ കൊത്തുകൊണ്ട് ചാവുകയാണ് ചെയ്യുന്നത്. The cobra was weakening. The mongoose fearlessly continued his attack and finally dragged the snake into the bushes. The myna gave a shrill cry of congratulation to the mongoose and flew away. അങ്ങനെ അവസാനം വളരെ തന്ത്രപരമായ നീക്കം ഈ മംഗൂസ് കോബ്രയെ കൊല്ലുന്നു. അതിനുശേഷം അതിനെ വലിച്ചുകൊണ്ട് ഒരു മൂലയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് മൈന വളരെ സന്തോഷവാനാവുന്നുണ്ട്. കാരണം മൈന സപ്പോർട്ട് ചെയ്യുന്നത് മംഗൂസിനെയാണ്. അങ്ങനെ വിജയ ആരവം മുഴക്കിക്കൊണ്ട് അത് പറന്നുപോയി. The boy got down from the tree and told the grandfather of the fight he had seen. He was pleased to hear that mongoose had won. Grandfather had encouraged mongoose to live in the garden to keep away the snakes. He fed it regularly with scraps from the kitchen, but he never tried taming it because he knew that wild mongoose was more useful than a domesticated one. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ കുട്ടി അതിനുശേഷം വളരെ സൂക്ഷിച്ച് മരത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് എല്ലാ കാര്യങ്ങളും ഗ്രാൻഡ് ഫാദറിനോട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് വളരെ സന്തോഷമായി. കാരണം മംഗൂസാണ് ജയിച്ചതെന്ന് അറിഞ്ഞപ്പോൾ. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഗ്രാൻഡ് ഫാദർ മംഗൂസിനെ അവിടെ ആ ഗാർഡനിൽ വളരാൻ സമ്മതിക്കുന്നത്. അതിന് വേണ്ട എല്ലാ ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഗ്രാൻഡ് ഫാദറാണ്. കാരണം അത് ഒരു മംഗൂസ് ഉണ്ടെങ്കിൽ അവിടേക്ക് പിന്നെ പാമ്പ് വരില്ല എന്നുള്ള ആ ഒരു കാര്യമുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ അതിനെ ഒരിക്കലും മെരുക്കാൻ ഗ്രാൻഡ് ഫാദർ ശ്രമിച്ചിട്ടില്ല. കാരണം മെരുക്കിയിട്ടില്ലാത്ത മംഗൂസ് ആണ് ശക്തൻ എന്ന് ഗ്രാൻഡ് ഫാദറിന് അറിയാമായിരുന്നു. Banyan Tree witnesses an unusual love story of grey squirrel and a white rat. They together went off little excursions among the branches of the banyan tree. Grandfather had brought white rat from the market. In search of grandmother's knitting needle, the boy found a hole in banyan tree. There were 3 white baby squirrels in that hole. All of them were white like their father, the white rat.
അതുപോലെ തന്നെ ഈ ബനിയൻ ട്രീയിൽ നടക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു അസാധാരണമായ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. അത് ഈ ഗ്രേ സ്ക്വിറലും അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ആ വൈറ്റ് റാറ്റും തമ്മിലുണ്ടായ ഒരു കണക്ഷനാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ മാർക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഈ വൈറ്റ് റാറ്റിന്. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി ഈ വൈറ്റ് റാറ്റിനെ എടുത്തുകൊണ്ട് മരത്തിൽ കയറുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഗ്രേ സ്ക്വിറലിനെ കണ്ടുമുട്ടുന്നു. അവർ രണ്ടുപേരും വളരെ അടുപ്പത്തിലാവുകയും അങ്ങനെ പല ഭാഗത്തേക്കും മരത്തിൻ്റെ പല ഭാഗത്തേക്കും പോവുകയൊക്കെ ചെയ്തു. അണ്ണാൻ ചില മാറ്റങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. അതായത് ഒരു കൂടുണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു അണ്ണാൻ. അങ്ങനെ ഒരു ദിവസം ഗ്രാൻഡ് മദറിൻ്റെ നെറ്റിങ് കാണാതായി. അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്തിയില്ല. അങ്ങനെ ഒരിക്കൽ മരത്തിൽ നിന്നെന്തോ പൊത്തിൽ നിന്നെന്തോ തിളങ്ങുന്നത് കണ്ട് അവിടെ ചെന്ന് നോക്കിയ കുട്ടി കണ്ടത് അവിടെ 3 ബേബി സ്ക്വിറൽസ് എല്ലാം വെള്ള നിറത്തിലായിരുന്നു. അപ്പോൾ ഈ റാറ്റും അതുപോലെ ഈ സ്ക്വിറലും ചേർന്നുണ്ടാകുന്ന വളരെ അപൂർവമായിട്ടുള്ള വെള്ള നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളായിരുന്നു അവയൊക്കെ.